വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിലെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് CSEB എക്സാമുകൾക്ക് മാൻഡേറ്റ് എന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കുക. അതായത് നമുക്ക് ഓരോ പോയിൻറ്റുകളും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ചിലപ്പോൾ തെറ്റ് ഏത് ശരി ഏത് അല്ലെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സ്ഥിരമായിട്ട് ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ മാൻഡേറ്റ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDF അവിടെ കൊടുക്കുന്നുണ്ട്. പെയ്ഡ് ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ മാൻഡേറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കി വെച്ച് പോവുക കേട്ടോ. മാൻഡേറ്റ് ഈസ് ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. അതായത് നമ്മളെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഒരു സിമ്പിൾ ടേമാണത് മാൻഡേറ്റ്. അതുപോലെ തന്നെ ഒരു ടേമാണ് പവർ ഓഫ് അറ്റോണി എന്ന് പറയും കേട്ടോ. പവർ ഓഫ് അറ്റോണി മാൻഡേറ്റ് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് പവർ ഓഫ് അറ്റോണി പഠിക്കാം. ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് മാൻഡേറ്റ് പഠിക്കാം. അപ്പോൾ മാൻഡേറ്റ് ഈസ് ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിക്ക് തന്നെ ചോദിക്കുക. ഒരു പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ മാൻഡേറ്റ് ആണ്. എ മാൻഡേറ്റ് ഈസ് ആൻ അതോറിറ്റി ഗിവൺ ബൈ ദ അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡറാണ് കൊടുക്കുന്നത് ഇൻ ഫേവർ ഓഫ് എ തേർഡ് പേഴ്സൺ, അല്ലേ, മറ്റൊരു വ്യക്തിക്ക് ടു ഡു സർട്ടൻ ആക്ട്സ് ഓൺ ഹിസ് ബിഹാഫ്. താൻ ചെയ്യുന്നതിന് പകരം, ഇപ്പോൾ പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തൻ്റെ അക്കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ തന്നെ തേർഡ് പേഴ്സണെ ഏൽപ്പിച്ച് പോകുമല്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നിലധികം ബിസിനസ്സുകളുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുള്ളവർക്ക് എല്ലാം അവർക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, മാൻഡേറ്റ് കൊടുത്ത് മറ്റാൾക്കാരെ തന്നെ അവരുടെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വസ്തമായ കരങ്ങളിൽ വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭാര്യയെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ദിസ് ഈസ് ഇഷ്യൂഡ് ബൈ ആൻ അക്കൗണ്ട് ഹോൾഡറാണ് ഇഷ്യൂ ചെയ്യുന്നത് വിത്ത് എ ഡയറക്ഷൻ ടു ഹിസ് ബാങ്കർ. അവരെ ബാങ്കറോട് പറയുന്നുണ്ട്, ഞാൻ ഓതറൈസ് ചെയ്തൊരു പേഴ്സണെ ഈ ഓപ്പറേറ്റ് ചെയ്യാൻ, അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വെക്കുന്നു എനിക്ക് പകരം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാൻഡേറ്റ് കൊടുക്കുന്നത് കേട്ടോ. ദിസ് ഈസ് ഇഷ്യൂഡ് ബൈ ആൻ അക്കൗണ്ട് ഹോൾഡർ. അപ്പോൾ മാൻഡേറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ അക്കൗണ്ട് ഹോൾഡറാണ് ഇഷ്യൂ ചെയ്യുന്നത് വിത്ത് എ ഡയറക്ഷൻ. ആർക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്, ബാങ്കർക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഓതറൈസ് ചെയ്യുന്നത് ഒരു ഏജൻറ്റിനെയാണ് കേട്ടോ. ഓതറൈസിങ് ദ പേഴ്സൺ ടു ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ഓൺ ഹിസ് ബിഹാഫ്. ഓക്കെ, ഇനി മാൻഡേറ്റുകൾ, അതായത് പണ്ട് നോർമൽ ടൈപ്പ് ഓഫ് ഫോമൽ മാത്രമായിരുന്നു, ഇപ്പോൾ ഈ മാൻഡേറ്റുകളുണ്ട്. ഈ മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NACH മാൻഡേറ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ മാൻഡേറ്റ് ഇലക്ട്രോണിക് മാൻഡേറ്റ്, അത്രയേ ഉള്ളൂ, ഇലക്ട്രോണിക്കലി കൊടുക്കാം. അപ്പോൾ ഈ NACH മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലാണ് നമ്മൾ സാലറി ഒക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് വേറൊരു അക്കൗണ്ടിലാണെന്ന് വിചാരിക്കാം. വേറൊരു ബാങ്കിലെ വേറൊരു അക്കൗണ്ടിലാണ് നമ്മൾക്ക് ലോൺ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ലോൺ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാലറി ഉള്ള അക്കൗണ്ടിൽ തന്നെ, ബാങ്കിൽ തന്നെ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പിന്നെ ലോൺ എടുക്കും, അല്ലേ. അപ്പോൾ ലോൺ അക്കൗണ്ട് വേറെ ബാങ്കിലാണ്, പക്ഷേ സാലറി അക്കൗണ്ട് വേറെ ബാങ്കിൽ. അപ്പോൾ നമുക്ക് ഇൻകം വരുന്നത് സാലറി അക്കൗണ്ട് ആവണം എന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാവാം, എന്തും ആവാം. അപ്പോൾ നമ്മുടെ ഇൻകം വരുന്നത് ഈ ഒരു അക്കൗണ്ടിലും, പക്ഷേ ലോൺ അടയ്ക്കുന്നത് അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതിങ്ങനെ റെഗുലറായിട്ട് നമുക്ക് അടയ്ക്കണം. അപ്പോൾ അടയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ലോൺ അക്കൗണ്ടിൽ ഒരു മാൻഡേറ്റ് കൊടുത്താൽ മതി. അതാണ് പറയുന്നത് കേട്ടോ. NACH മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അലോവിങ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്റ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ഓട്ടോമാറ്റിക് ഡിഡക്ഷൻസ് അവൈലബിൾ ആവും. അതിപ്പോൾ നോർമൽ നമ്മുടെ ബാങ്കിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ലോണും എന്ത് ചെയ്യും, ഈ സാലറിയിൽ നിന്ന് ലോൺ അടഞ്ഞു പൊക്കോളും. അത് വ്യത്യസ്ത ബാങ്കിലാണെങ്കിൽ പോലും നടന്നു പോകും. എങ്ങനെ, മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത് ഡിജിറ്റൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ അലോവിങ് ഓട്ടോമാറ്റിക് ഡിഡക്ഷൻസ് ഫോർ ബില്ലടയ്ക്കാനും. അതുപോലെ തന്നെയാണ് നമ്മുടെ സാലറിയിൽ നിന്ന് ബില്ലടയ്ക്കണോ, നമ്മൾ മാൻഡേറ്റ് കൊടുത്താൽ മതി, ബാങ്ക് അടച്ചോളും, ലോൺസ് അടച്ചോളും, സബ്സ്ക്രിപ്ഷൻസ് അടച്ചോളും. ഇൻവെസ്റ്റ്മെൻറ്റ് SIPs, അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ
ഇൻസ്ട്രക്ഷൻസ് വാങ്ങിയ ശേഷം ബാങ്ക് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ്, അത് SIPകളിലൊക്കെ നിക്ഷേപിക്കും. മാസത്തവണകളായിട്ട് നമ്മൾ അടച്ചു പോകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ടൈപ്പാണ് SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ ഇതിനൊക്കെ കൊടുക്കുന്നതാണ് ഇലക്ട്രോണിക് മാൻഡേറ്റ് അഥവാ NACH മാൻഡേറ്റ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. ജസ്റ്റ് അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. NACH മാൻഡേറ്റ് എന്താണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമ തോന്നണ്ട എന്ന് വെച്ച് നമ്മൾ എടുത്തു എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് UPA മാൻഡേറ്റ്. UPA ട്രാൻസാക്ഷൻസും ഇതുപോലെ നമുക്ക് മാൻഡേറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മാൻഡേറ്റ് ആണ് അതും വിത്തിൻ ദ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഫോർ ഓട്ടോമാറ്റിക് റിക്കറിങ് UPA പേയ്മെൻറ്റ്സ് നടത്തുമ്പോഴാണ് അവിടെ ട്രാൻസാക്ഷൻസിന് ഇതുപോലെ ലിമിറ്റൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാകും UPA മാൻഡേറ്റുകൾക്ക് കേട്ടോ. അപ്പോൾ UPA മാൻഡേറ്റുകൾക്ക് ലിമിറ്റ് തീരുമാനിക്കാറുള്ളത് RBIയും NPCIയും കൂടി ചേർന്നാണ്. RBI ആൻഡ് NPCI എന്ന് കാണാറ്. അപ്പോൾ അതുകൊണ്ട് UPA മാൻഡേറ്റുകളും ഇതുപോലെ ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ ഉണ്ടാവാറുണ്ട് UPA മാൻഡേറ്റിന് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ നോർമൽ, അതായത് അക്കൗണ്ട് മാൻഡേറ്റ്. നോർമലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നു. അതാണ് നോർമൽ ടൈപ്പ് ഓഫ് അക്കൗണ്ട് മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട മാൻഡേറ്റുകൾ നമ്മൾ പറഞ്ഞു. അക്കൗണ്ട് മാൻഡേറ്റ് സിഗ്നേറ്ററി എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഹൂ ക്യാൻ ഓപ്പറേറ്റ് എ ബാങ്ക് അക്കൗണ്ട് ഓഫൺ റിക്വയറിങ് ജോയിൻറ്റ് സിഗ്നേച്ചേഴ്സ് ആവാം, ഏതെങ്കിലും 2 സിഗ്നേച്ചറീസ് ആവാം, ഫോർ ബിസിനസ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് നടക്കാതിരിക്കുക. അപ്പോൾ ദ പേഴ്സൺ ഗിവൺ ആക്സസ് ടു ദ അക്കൗണ്ട് ഈസ് ടൈപ്പിക്കലി കാൾഡ് എ സിഗ്നേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്റ് ഹോൾഡർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾ. ദ മാൻഡേറ്റ് ഈസ് നോർമലി ഇഷ്യൂഡ് ഫോർ എ ഷോർട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പററി പീരീഡിന് വേണ്ടിയിട്ടാണ് ഈ മാൻഡേറ്റ് നോർമലായിട്ട് ഇഷ്യൂ ചെയ്യാറുള്ളത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം, എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം, എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതൊക്കെ അക്കൗണ്ട് ഹോൾഡറാണ് തീരുമാനിക്കുന്നത്. എ മാൻഡേറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നോർമലി ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലായിട്ട് കൊടുക്കുക പവർ ഓഫ് അറ്റോർണിയാണ്. ഒരു ലീഗലി ഒക്കെ ഓതറൈസ് ചെയ്ത അല്ലെങ്കിൽ ലീഗലി ഒക്കെ രജിസ്റ്റേർഡ് ആയ എൻറ്റിറ്റികൾക്ക് പവർ ഓഫ് അറ്റോർണിയാണ് കൊടുക്കുക, അവർ മാൻഡേറ്റ് അല്ല കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. മാൻഡേറ്റ് ആർ പെർമിസിബിൾ ഫോർ പാർട്ട്ണർഷിപ്പ് ഫേം കൊടുക്കാറുണ്ട്, ജോയിൻ്റ് അക്കൗണ്ട് കൊടുക്കും, ഇൻഡിവിജ്വൽസ് ഒക്കെ കൊടുക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നത് പവർ ഓഫ് അറ്റോർണിയാണ്. ഇൻ ദ കേസ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സ് മസ്റ്റ് സൈൻ ദ മാൻഡേറ്റിൽ എന്ത് ചെയ്യണം? സൈൻ ചെയ്തിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഫേമിലാണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ഷുഡ് സൈൻ ദ മാൻഡേറ്റ് ലെറ്റർ. അപ്പോൾ ഇതൊക്കെ ഒരു പോയിൻ്റാണ്. ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഓരോ പോയിൻറ്റുകളും എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് എ മാൻഡേറ്റ് ഈസ് ഇൻവാലിഡ്. എപ്പോഴാണ് ഇൻവാലിഡ് ആവുക എന്ന് വെച്ചാൽ ഡെത്ത് സംഭവിച്ചാൽ, ഇൻസാനിറ്റി സംഭവിച്ചാൽ, ഇൻസോൾവൻസി സംഭവിച്ചാൽ, അല്ലെങ്കിൽ ബാങ്ക്രപ്സി എന്തെങ്കിലും ഉണ്ടാവുകയാണ് അക്കൗണ്ട് ഹോൾഡറിന്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ മാൻഡേറ്റ് ഇൻവാലിഡ് ആവും കേട്ടോ. പിന്നെ അവിടെ എന്തില്ല, പ്രസക്തിയില്ല. കൊടുത്തിട്ടുണ്ട്, മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡെത്ത് സംഭവിച്ചാലും ഇൻസാനിറ്റി ഇൻസോൾവൻസി സംഭവിച്ചാലും ബാങ്ക്രപ്സി സംഭവിച്ചാലും അക്കൗണ്ട് ഹോൾഡർ എന്ത് സംഭവിച്ചാലും മാൻഡേറ്റ് ഇൻവാലിഡ് ആവും. എ മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ അറ്റ് എനി ടൈം ബൈ ദ അക്കൗണ്ട് ഹോൾഡർ. ആൾക്കാണ് പിൻവലിക്കാൻ പറ്റിയ, അക്കൗണ്ട് ഹോൾഡർക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ഇതൊരു അൺസ്റ്റാമ്പഡ് എഗ്രിമെൻ്റ് ആണ്. കാരണം ഇതിൽ സ്റ്റാമ്പ് ചെയ്യുന്നില്ല, അതായത് അൺസ്റ്റാമ്പഡ് ആണ് എഗ്രിമെൻറ്റ്. സോ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അൺസ്റ്റാമ്പഡ് എഗ്രിമെൻറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ അറ്റ് എനി ടൈം ബൈ ദ അക്കൗണ്ട് ഹോൾഡർ. അതുപോലെ നമ്മൾ അവർക്ക്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിഗ്നേറ്ററിക്ക് നമ്മൾ അലൗ ചെയ്യണം നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ചെക്ക് ബുക്കും ATM കാർഡും ഒക്കെ ഇഷ്യൂ ചെയ്ത് കൊടുക്കും ആൾക്ക്. അതുപോലെ കനോട്ട് ഓപ്പൺ, അവർക്ക് NRE അക്കൗണ്ട്സിലെ FD അല്ലെങ്കിൽ NROയുടെ FDs അതൊന്നും ഓപ്പൺ ചെയ്യുവാനോ ക്ലോസ് ചെയ്യുവാനോ ഉള്ള അധികാരം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൂടാതെ ഈ NRE NROs നിന്ന് ഫണ്ടുകൾ റിപ്പാട്രിയേറ്റ് എന്ന് പറയും കേട്ടോ. റിപ്പാട്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടുകൾ, അതായത് ഇപ്പം കറൻസി മാറ്റില്ലേ, അതിനാണ് പറയുക. അതായത് നമ്മുടെ കറൻസിയിലേക്ക്, കറക്റ്റ് കറൻസിയിലേക്ക് മാറ്റി എടുക്കുക. അപ്പോൾ അതൊന്നും ചെയ്യാൻ അക്കൗണ്ട് ഹോൾഡറുടെ അനുവാദമില്ലാതെ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതുപോലെ അവർക്ക് ഫണ്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, അതൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യില്ല, ചില സ്പെസിഫിക് കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് നമ്മൾ മാൻഡേറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ NRE FDs ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ, NRO FDs കൈകാര്യം ചെയ്യുവാനോ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കാനോ, ഇതിനൊന്നും ഫണ്ടുകൾ അതായത് ഫണ്ട് ഫോറിനിൽ നിന്ന് ഇന്ത്യൻ റുപ്പീസിലേക്ക് ആക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ നിന്ന് ഫോറിൻ റുപ്പീ, അതൊന്നും പറ്റില്ല. അതൊന്നും ഇവർക്ക് എന്ത് കൊടുക്കുന്നില്ല, അധികാരം കൊടുക്കുന്നില്ല കേട്ടോ. മാൻഡേറ്റ് ഹോൾഡർക്ക്
ലോക്കൽ പേയ്മെൻറ്റ്സിനൊക്കെ ചെക്ക് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആൾക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുവാനോ ഒന്നും അധികാരം ഇല്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അവർക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ തെറ്റാണത്, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കനോട്ട് ചേഞ്ച് പേഴ്സണൽ ഡീറ്റെയിൽസ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓതറൈസേഷൻ ക്ലോസസ് ശ്രദ്ധിക്കുമ്പം അലൗ കസ്റ്റമേഴ്സ് ടു സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഏത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഈ സിഗ്നേച്ചറിക്ക് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ഓതറൈസേഷൻ ക്ലോസ് കൊടുക്കുമ്പോൾ തന്നെ ഓതറൈസേഷനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. അക്കൗണ്ട് ഹോൾഡർ ക്യാൻ സെറ്റ് ലിമിറ്റ്സ് ഓൺ ദ മാക്സിമം എമൗണ്ട് ദാറ്റ് എ മാൻഡേറ്റ് ഹോൾഡർ ക്യാൻ ഡെബിറ്റ് ഫ്രം ദ അക്കൗണ്ട്. എത്രത്തോളം എമൗണ്ട് ആണ് ഈ ഒരു മാൻഡേറ്റ് ഹോൾഡർക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ മാക്സിമം എമൗണ്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തിട്ട് ലിമിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ഹോൾഡർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് മേലേക്ക് അയാൾക്ക് കളിക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള പരിപാടികളാണ് ചെയ്യുക കേട്ടോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് 4 ഓപ്ഷൻസിലും ഈ പറഞ്ഞ പോലെ മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഓരോന്ന് തരും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഈ മാൻഡേറ്റ് ഹോൾഡർ നമ്മളിപ്പോൾ മാൻഡേറ്റ് കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ബാങ്കിന് പ്രത്യേകിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അല്ലേ. അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്തണം. അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം. ബാങ്കിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ അഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, നമ്മുടെ എന്തെങ്കിലും ക്ലോസുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാങ്കിനെ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ അക്കൗണ്ട് ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ബാങ്കിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. നമ്മളിങ്ങനെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാളാവില്ല, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒരുപാട് ആൾക്കാർ, ഓക്കെ, ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ, സോൾ പ്രൊപ്പറേറ്ററൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഇൻഡിവിജ്വലിന് എല്ലാ അക്കൗണ്ട്സും ചിലപ്പോൾ മാനേജ് ചെയ്ത് കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കമ്പനി ഫോമിലേക്ക് ആവാതെ സോളായിട്ടുള്ള ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ പൊതുവെ അവരൊക്കെ വാലിഡ് ആവാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുക, മാൻഡേറ്റ് അല്ല കൊടുക്കുക. നമ്മൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, പിന്നെ പവർ ഓഫ് അറ്റോർണിയാണ് കൊടുക്കുന്നത്. അത് ഇത്രയും കൂടി വാലിഡ് ആണ്, കാരണം അത് ലീഗലി അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് കേട്ടോ. അത് ലീഗലി വാലിഡിറ്റി ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നത്. എന്നിരുന്നാലും ഇപ്പം വിദേശത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ബാങ്കിങ് ആക്ടിവിറ്റീസിനെ കുറിച്ച് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം, റിവ്യൂ ചെയ്യണം ആൻഡ് അപ്ഡേറ്റ് ദ മാൻഡേറ്റ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ബാങ്കുമായുള്ള കമ്മ്യൂണിക്കേഷനും അവർ പുലർത്തണം. എങ്കിൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു പോയിന്റുകളാണ്. അപ്പോൾ നമുക്ക് എസ്സേ ടൈപ്പ് ഒന്നും പ്രതീക്ഷിക്കാനില്ല, അതുകൊണ്ട് നമ്മൾ ആ പോയിന്റുകൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളൊരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഓതറൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാങ്ക് മാൻഡേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം. കൊടുക്കുന്ന ആളുടെയും വേണം, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. കാരണം ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഏത് അക്കൗണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതെന്നും ഏതിലാണ് സിഗ്നേച്ചറിനെ വെച്ചിട്ടുള്ളതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സേവിങ്സ് അക്കൗണ്ട് എന്തായാലും ഒന്നല്ലേ പാടുള്ളൂ, പക്ഷേ മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും ബിസിനസ് ആൾക്കാരാകുമ്പോൾ. അതായത് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളാണ് കേട്ടോ, വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. സിഗ്നേച്ചറി ഇൻഫർമേഷൻ മസ്റ്റാണ്. ആരെയാണോ നിങ്ങൾ ഓതറൈസ് ആയിട്ട് വെക്കുന്നത് അവരുടെ ഫുൾ നെയിം, കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് അവരുടെ വെരിഫിക്കേഷൻ പർപ്പസിനുള്ള സിഗ്നേച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. ഓതറൈസേഷൻ ക്ലോസിൽ നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവണം ഏത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക, ഇവർക്ക് എത്രത്തോളമാണ് ആ പവർ കൊടുത്തിട്ടുള്ളത്, ബിൽ പേയ്മെൻറ്റ്, അതിനൊക്കെയാണ് കൂടുതലും, വിഡ്രോവൽസ്, അതുപോലെ മണി ട്രാൻസ്ഫേഴ്സ്. ഇറ്റ് കുഡ് ഓൾസോ ഇൻക്ലൂഡ് ദ ട്രാൻസാക്ഷൻ ലിമിറ്റ് ദ സിഗ്നേച്ചറി ക്യാൻ പ്രോസസ്. ട്രാൻസാക്ഷൻ ലിമിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. The authorization clauses also help to indicate the type of mandate the account owner is giving the signatory, such as single ആണോ അതോ ജോയിൻ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഓതറൈസേഷൻ ക്ലോസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാൻഡേറ്റ് ഉണ്ട്. അതായത് സിംഗിൾ മാൻഡേറ്റ്, ജോയിൻറ്റ് മാൻഡേറ്റ്. സിംഗിൾ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലോസ് ബാങ്ക് കസ്റ്റമേഴ്സ് ടു ഗ്രാൻഡ് ആക്സസ് ടു എ സിഗ്നേച്ചറി ടു മാനേജ് ദെയർ അക്കൗണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഏത് ആക്സസ് ലെവലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ട്രാൻസാക്ഷൻസും അവരുടെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ സിംഗിൾ മാൻഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള മാൻഡേറ്റ്, ഷെയർഡ് അക്കൗണ്ടുകളാണെങ്കിൽ
ജോയിൻറ്റ് മാൻഡേറ്റ് കൊടുക്കാം, ജോയിൻറ്റ് ആൻഡ് സെവറൽ മാൻഡേറ്റുകൾ കൊടുക്കാം, ജോയിൻറ്റ് ആൻഡ് പ്രീവിയസ് മാൻഡേറ്റുകൾ കൊടുക്കാം. പിന്നെ കോർപ്പറേറ്റ് മാൻഡേറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസിനാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോർപ്പറേറ്റ് മാൻഡേറ്റുകൾ സ്പെഷ്യലി അവർക്കുള്ളതാണ്. ഓതറൈസ്ഡ് അവരുടെ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ അതിനൊക്കെ അവർ അക്കൗണ്ട് പിന്നെ നോക്കാൻ വേണ്ടി വെക്കില്ലേ, അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ എൻറ്റിറ്റികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോർപ്പറേറ്റ് മാൻഡേറ്റുകൾ കൊടുക്കാം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാൻഡേറ്റ് ഇല്ല എന്ന് പറയുന്നത്. സോ അത് ജസ്റ്റ് ഒരു പോയിൻ്റാണ്, അപ്പോൾ നോട്ട് ചെയ്യുക. അപ്പോൾ രണ്ടും കാണാനുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ആക്സസ് ലെവൽസിൽ ക്യാൻ ബി അസൈൻഡ് ടു ഡിഫറെൻറ്റ് സിഗ്നേച്ചറീസ് ഫോർ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് കൺട്രോൾ. ഓരോ ലെവലിലും നമുക്ക് വേണമെങ്കിൽ ഓരോ സിഗ്നേച്ചറീസിനെ വെക്കാം, എന്നാലും കുഴപ്പമില്ല. ഒന്നിലേറെ ആൾക്കാരെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് വെക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് മാൻഡേറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇത് സേഫ് ഗാർഡ് ചെയ്യണം, ഇത് എൻഫോഴ്സ് ചെയ്യണമെങ്കിലും സേഫ് ഗാർഡ് ചെയ്യണമെങ്കിലും കുറച്ച്, അതായത് അക്കൗണ്ട് ഹോൾഡർക്ക് കുറച്ച് ഒബ്ലിഗേഷൻസ് ഉണ്ട്. അക്കൗണ്ട് ഹോൾഡർ ഓണറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗലി റെസ്പോൺസിബിളാണ്. ഇവർ നടത്തുന്ന എല്ലാ ആക്ഷൻസിനും ഓതറൈസ്ഡ് പാർട്ടി, അതായത് ഈ മാൻഡേറ്റ് കൊടുത്ത് ഓതറൈസ് ആയിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ആരാണ് ഒബ്ലിഗേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡറാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ട്രസ്റ്റി പേഴ്സണെയാണ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഓതറൈസ്ഡ് പാർട്ടിക്കും ചില റൈറ്റുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ അഡ്വൈസസ് ഒക്കെ വാങ്ങിക്കാം എന്നാണ് പറഞ്ഞത്. പ്രൊഫഷണൽ അഡ്വൈസസ് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് മാൻഡേറ്റ് ഈസ് ഇൻ, ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, നമ്മൾ CSEB എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അറിയാം, നമ്മുടെ മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്നറിയാം. അപ്പോൾ മാൻഡേറ്റ് ഈസ് ഇൻ ഓപ്പറേഷൻ ഓഫ് എ പവർ ഓഫ് അറ്റോർണി ഗിവൺ ബൈ ദ കസ്റ്റമർ ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ, ദ മാൻഡേറ്റ് സീസസ് ടു ഓപ്പറേറ്റ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നായിരുന്നു. അതായത് മാൻഡേറ്റ് ഓൾറെഡി നിലവിലുണ്ട്, അപ്പോൾ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്തു. ഓക്കെ, അപ്പോൾ മാൻഡേറ്റ് സ്റ്റോപ്പ് ആവും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വേറെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വ്യക്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സെപ്പറേറ്റ് ഫോർമൽ ആക്ട് ഓഫ് റിവോക്കേഷൻ കൊടുക്കാതെ, പ്രത്യേകിച്ച് റിവോക്കേഷൻ നമ്മൾ കൊടുക്കണം, പിൻവലിക്കണം, എങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റിംഗ് മാൻഡേറ്റ് എന്താവുള്ളൂ. ചുമ്മാ നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുത്തു എന്ന് വിചാരിച്ച് മാൻഡേറ്റ് സീസസ് ടു ഓപ്പറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. സീസസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് അല്ലേ, സ്റ്റോപ്പ് ടു ഓപ്പറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ഫോർമൽ ആക്ട് ഓഫ് റിവോക്കേഷൻ ഈസ് ടൈപ്പിക്കലി റിക്വയർഡ് ടു ടെർമിനേറ്റ് ആൻ എക്സിസ്റ്റിംഗ് മാൻഡേറ്റ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മറുപടി അല്ലേ. അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സംഭവം പവർ ഓഫ് അറ്റോർണിക്ക് തന്നെയാണ് വില കേട്ടോ. അവിടെ പവർ ഓഫ് അറ്റോർണി വന്നു കഴിഞ്ഞാൽ പവർ ഓഫ് അറ്റോർണിക്ക് തന്നെയാണ് വില. പക്ഷേ മാൻഡേറ്റ് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാൻഡേറ്റ് പിന്നെ വാലിഡ് എന്ന് പോവണമെങ്കിൽ അവിടെ ഒരു റിവോക്കേഷൻ കൊടുക്കണം. അപ്പോൾ ആ റിവോക്കേഷൻ കൊടുത്താലാണ് ശരിക്കും അത് ടെർമിനേറ്റ് ആയിട്ട് പോവുള്ളൂ എന്നാണ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ ഒന്നിലേറെ മാൻഡേറ്റുകൾ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ ലിമിറ്റൊന്നും പറയുന്നില്ല. ഓക്കെ, ഒന്നിലേറെ മാൻഡേറ്റുകൾ നമുക്ക് കൊടുക്കാം. മാൻഡേറ്റ് ക്യാൻ ബി ഗിവൺ കസ്റ്റമർ അറ്റ് എനി ടൈം. കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും മാൻഡേറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, എപ്പോൾ വേണമെങ്കിലും കസ്റ്റമർക്ക് മാൻഡേറ്റ് കൊടുക്കാം. മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ദ കസ്റ്റമർ അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം, അതും നടക്കും. അതുപോലെ കസ്റ്റമർ ക്യാൻ ഗീവ് മോർ ദാൻ വൺ മാൻഡേറ്റ് അറ്റ് എ ടൈം ആൻഡ് ഓൾ റിമൈൻ ഓപ്പറേറ്റീവ്. അതും കറക്റ്റാണ്. കാരണം ഒന്നിലേറെ മൾട്ടിപ്പിൾ മാൻഡേറ്റ്സ് കൊടുക്കാൻ പറ്റും. There is usually no limit on the number of e-mandates a customer can set up for a single bank account. You can set up mandates with different merchantsമായിട്ട്, അല്ലെങ്കിൽ ഒരാളിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ മറ്റത് മ്യൂച്വൽ ഫണ്ട് SIP നോക്കാൻ, മറ്റത് OTT സബ്സ്ക്രിപ്ഷന്, അങ്ങനെ പലതും അനദർ ഫോർ അങ്ങനെ വെക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ there is usually no limit on the number of e-mandates if a customer can set up for a single bank account. He can set ഒന്നോ അതിലധികമോ മൾട്ടിപ്പിൾ മാൻഡേറ്റ്സ് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ മാൻഡേറ്റ്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ സൈമൾട്ടേനിയസ് ഓപ്പറേഷനും പറ്റും. ഓൾ ആക്റ്റീവ് മാൻഡേറ്റ്സ് ആർ വാലിഡ് ആണ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ആസ് ലോങ് ആസ് ദേ ഹാവിൻ ബീൻ. അത് ക്യാൻസൽ ചെയ്തിട്ടില്ല, എക്സ്പയറി ചെയ്തിട്ടില്ല, അവർക്ക് സഫീഷ്യൻറ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സൈമൾട്ടേനിയസ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം റിമൈൻ ഓപ്പറേറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സൈമൾട്ടേനിയസ് ഓപ്പറേഷൻസും നടത്താൻ പറ്റും, മൾട്ടിപ്പിൾ മാൻഡേറ്റ്സും അലവബിൾ ആണ്.
പിന്നെ നമ്മൾ ആദ്യത്തെ പറഞ്ഞ കേസിൽ മാൻഡേറ്റ് ക്യാൻ ബി ഗിവൺ ദ കസ്റ്റമേഴ്സ് അറ്റ് എനി ടൈം, അതുപോലെ എപ്പോൾ വേണമെങ്കിലും വിഡ്രോൺ ബൈ ദ കസ്റ്റമർ അറ്റ് എനി ടൈം. ഈ ഒരു പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് ഏത് കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വെച്ചാൽ 1075 പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. 1075/2025 പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, മാൻഡേറ്റിനുമായി സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ടത് ടൈപ്പ് സിംഗിൾ മാൻഡേറ്റ്, ജോയിൻറ്റ് മാൻഡേറ്റ്, ജോയിൻറ്റ് ആൻഡ് സെവറൽ, ജോയിൻറ്റ് ആൻഡ് പ്രീവിയസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓതറൈസേഷൻ ക്ലോസ് കൊടുക്കുന്ന കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ലോക്കൽ പേയ്മെൻറ്റ്സിന് ആൾക്ക് ചെക്കൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിക്കുക. അൺസ്റ്റാമ്പഡ് എഗ്രിമെൻ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അൺസ്റ്റാമ്പഡ് എഗ്രിമെൻ്റ് ആണ്. അതുപോലെ മാൻഡേറ്റ് ക്യാൻ ബി വിഡ്രോൺ അറ്റ് എനി ടൈം ബൈ ദ അക്കൗണ്ട് ഹോൾഡർക്ക്, എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാൻ പറ്റും. NREFDs ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ പറ്റില്ല. ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിന് വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ഇത് ഇൻവാലിഡ് ആവുക, സോ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴാണ് ഇൻവാലിഡ് ആവുക എന്ന് നോക്കണം. ഡെത്ത് വന്നാൽ, ഇൻസാനിറ്റി വന്നാൽ, ഇൻസോൾവൻസി വന്നാൽ, ബാങ്ക്രപ്സി വന്നാലും ഒക്കെ എന്ത് ചെയ്യും, ഇൻവാലിഡ് ആവും കേട്ടോ. പിന്നെ ഇത് മാൻഡേറ്റ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ഇതൊരു ഷോർട്ട് പീരിയഡിലുള്ളതാണ്. അതുകൊണ്ടാണ് അൺസ്റ്റാമ്പഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, ഷോർട്ട് പീരിയഡിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ NACH മാൻഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, NACH മാൻഡേറ്റും ആണെങ്കിലും ഈ മാൻഡേറ്റുകൾക്കൊക്കെയുള്ള ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ട്രാൻസാക്ഷൻ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? RBI ആൻഡ് NPCI കൂടിയിട്ടാണ് അങ്ങനത്തെ ട്രാൻസാക്ഷൻ ലിമിറ്റൊക്കെ വെക്കുന്നത്. അപ്പോൾ ലിമിറ്റൊക്കെ നമുക്ക് UPI ബന്ധപ്പെട്ട് ഒരുപാട് ലിമിറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു MCQ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ UPIയിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. 2025 UPIയിലെ ട്രാൻസാക്ഷൻസിൽ ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി വായിച്ച് പഠിക്കുക. അതായത് കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. നമുക്ക് ഓരോരോ കൺസെപ്റ്റുകളായിട്ട് ഇതുപോലെ എടുത്ത് പഠിക്കുക. പിന്നെ ഇതിൻ്റെ PDF നോട്ട് നമ്മൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്